ഇന്ന് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നത് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രയാസങ്ങളാണ്. കാരണം നമുക്കറിയാം, ഇന്നലെ അടക്കം സന്നദ്ധ സേവന സംഘടനകളുടെ ഈ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് ചെറിയ രീതിയിലുള്ള ഒരു നിർദ്ദേശം വരികയും അത്തരത്തിലുള്ളത് തുടരേണ്ടതില്ല എന്ന തരത്തിലേക്കൊരു നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ അത് പിന്നീട് സ്വാഭാവികമായും എല്ലാ മേഖലകളിലും ഒരേ സമയം ഭക്ഷണം എത്തിക്കാൻ ഈ സന്നദ്ധ സേവന സംഘടനകളുടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിരുന്നു. കാരണം അവരും കൂടിയുള്ള കൂട്ടായ പരിശ്രമം തന്നെയാണ് ഈ ദുരന്ത ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ചില മേഖലകളിലെങ്കിലും ആ ഭക്ഷണം എത്തുന്നതിൽ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു. ഇവിടെയും അല്പം മുമ്പാണ്, ഏകദേശം 2:30 സമയമായിരിക്കുന്നു, അല്പം മുമ്പാണ് ഇവിടെ ഉള്ള ആളുകളിലേക്ക് ഭക്ഷണം എത്തിയത്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ സമയത്താണ് ഇവിടെ രാവിലെ മുതൽ തന്നെ ഈ ദുരന്തഭൂമിയിൽ ചെലവഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ വഴിയോരങ്ങളിലെല്ലാം ഇരുന്നു കൊണ്ട് ഈ സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകരടക്കം ഈ ഒരു ഭക്ഷണം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇന്ന് വളരെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ സജ്ജമായി പോയ ഒരു സംവിധാനമാണ് ഇന്ന് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതോടെ ഇന്ന് നമുക്കറിയാം, ഇന്നലെയൊക്കെ നമുക്ക് എല്ലാ മേഖലകളിലേക്കും കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞ നമ്മുടെ സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകരാണ്. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങളെ കാണുകയാണ്. ഇപ്പോഴാണല്ലേ കുറച്ച് ഭക്ഷണം ലഭിക്കുന്നത്? ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കണത്. ഇത്ര സമയങ്ങൾ ഇപ്പോൾ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവരുടെ ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ചവരെ സംസ്കരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പുത്തുമലയിൽ 2019 മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 64 സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ. നമുക്ക് ഇന്ന് ഒരു വൈകി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിന് കഴിയാതെ പോയത് ഒരു സാഹചര്യം ഇന്നലെ സന്നദ്ധ സംഘടനകളെ അടക്കം പിൻവലിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കുമോ? അല്ല, ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ 5 ദിവസമായിട്ട് അത് രൂപീകരിച്ച് കൊണ്ട് നടക്കുന്നുണ്ട്. ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വലിയൊരു സംരംഭമായിരുന്നു ഇവിടെ കള്ളാടി മക്കാമിൽ രൂപീകരിച്ച വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി. അവർ ഏകദേശം 7000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളടക്കം അവിടെ പോയി കഴിച്ച ആളുകളാണ്. ഓക്കെ, ഞങ്ങളും കഴിക്കാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ അത് പെട്ടെന്ന് നിർത്തലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയ്ക്കും ഭക്ഷണക്ഷാമം വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിറ്റി കിച്ചണിനാണ്. നമ്മളെക്കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ കിട്ടിയ ഇൻഫർമേഷൻ്റെ പ്രകാരമാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഭക്ഷണം സെർവ് ചെയ്ത് കൊടുത്തത്. ഇനിയും ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോൾ കൊടുക്കാൻ പറ്റും നമുക്കറിയില്ല. അതായത് ഇവിടെ പോലും നമുക്ക് പൂർണ്ണമായും കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല, ഇനിയും ഇവിടെ ഭക്ഷണം വേണം. 2:45 സമയമായി. 2:45 100 പേര് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 40 പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. 60 പേര് ഇനിയും കഴിക്കാതെ നിൽക്കുകയാണ്. അതോറിറ്റീസ് പറയുന്നത് ഇപ്പോഴും ഭക്ഷണം കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മൾ അവർ ഇവിടെ നേരിട്ട് കാണുകയാണല്ലോ. അല്ല, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവർ പറഞ്ഞത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളും കൺഫ്യൂസ്ഡ് ആണ്, ആർക്കെ കിട്ടുന്നുണ്ട് കിട്ടാത്തതെന്നുള്ള രീതിയിൽ. നമ്മളെ കൂടെ കഴിയുന്ന രീതിയിൽ നമ്മൾ പരമാവധി നമ്മൾ വളണ്ടിയേഴ്സ് ആ സംവിധാനങ്ങൾ നമ്മൾ കുറച്ച് ദിവസം കൂടെ കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകണമെന്ന് തോന്നുന്നല്ലേ? കാരണം തീർച്ചയായിട്ടും, കാരണം ഇത്രയും ആളുകൾ ഇവിടെ വളണ്ടിയറിങ്, ആർമി ഓഫീസേഴ്സാണ്, പോലീസാണെങ്കിലും ഈ പറഞ്ഞ സന്നദ്ധ സേവന പ്രവർത്തകരാണെങ്കിലും ഹിറ്റാച്ചി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മൾക്ക് എണ്ണം പറ്റാത്ത അത്രയും ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കുള്ള ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമാവില്ല എന്നുള്ളത് ഉറപ്പാണ്. തികയാത്ത ഇഷ്യൂസ് മാത്രമാണ് ഇന്ന് വരുന്നത്. ഇന്നലെ വരെ സുലഭമായിട്ട് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആരും ഭക്ഷണത്തിൻ്റെ കേസിലോ സമയത്തിൻ്റെ പരിമിതി കാര്യങ്ങളൊന്നും ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായത്. അതെങ്ങനെ നോക്കിക്കാണുന്നുള്ള അധികാരികൾ എങ്ങനെ നോക്കിക്കാണുന്ന നമുക്ക് കണ്ടറിയാം. ഇപ്പോഴാണ് ഒരു പ്രവർത്തകൻ ഭക്ഷണം ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ മറമാടുന്ന കുഴിമാടങ്ങൾ ഒരുക്കുന്ന ഒരു പ്രവർത്തകനാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പാക്കറ്റ് ഭക്ഷണം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹം അത് വന്നിരുന്ന് കഴിക്കാൻ പോവുകയുള്ളൂ. അത് നമ്മളിത് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറയുന്നില്ല. കാരണം ഇത് സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകരടക്കം വന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കൂട്ടായ ഒരു പരിശ്രമമാണ്. നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളായിക്കോട്ടെ, മറ്റ് നമ്മളുടെ എല്ലാ തരത്തിലുമുള്ള സംവിധാനമായിക്കോട്ടെ, ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിക്കോട്ടെ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ആ ഒരു ഘട്ടത്തിൽ അവരോടുകൂടി ആലോചിച്ചിട്ട് വേണമായിരുന്നു നമ്മൾ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഉള്ളത് എന്നാണ് നമുക്ക് ഈ ദുരന്തഭൂമിയിൽ നിന്ന് ഇന്നത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഒരു കാരണവശാലും ഒരു സംവിധാനങ്ങളെയും കുറ്റം പറയാൻ നമ്മൾ തയ്യാറല്ല. ഇപ്പോൾ 2:45 സമയമായിരിക്കും. ഇന്നലെ ഒന്നും ഒരു പ്രതിസന്ധിയില്ല. കാരണം ഇവരിന്ന് പുലർച്ചെ മുതൽ രാവിലെ മുതൽ ഇവിടെ വലിയ ശാരീരിക അധ്വാനം വേണ്ട ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. കാരണം അത് ഏത് സംഘടന ആയിക്കോട്ടെ, ഈ ഒരു ദുരന്തഭൂമിയിൽ കുറച്ച് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യുമ്പോൾ അവരെ അതിൽ നിന്ന് പിൻവലിക്കാനുള്ള
നിർദ്ദേശം നൽകുമ്പോൾ നമ്മൾ 100% അതിനാവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ദുരന്തഭൂമിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ദുരന്തത്തെ നേരിടാൻ കഴിയുകയുള്ളൂ. അത് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണെങ്കിൽ അത് മറികടന്നുകൊണ്ട് ഈ ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തെ അത് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ഉണ്ടാക്കണം എന്ന് മാത്രം ഒരു അഭ്യർത്ഥന മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ പറയാനുള്ളത്. കാരണം ഇത് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നും നമ്മൾ ഈ ഒരു സമയത്ത് തയ്യാറല്ല. പക്ഷേ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നം അതിനെ നേരിട്ടേ പറ്റൂ. കാരണം ഇവിടെ ഒരു കൂട്ടം മനുഷ്യർ തന്നെയാണ് ഇതിനുവേണ്ടി അധ്വാനിക്കുന്നത്. ആ മനുഷ്യർക്ക് അത് ചെയ്യാൻ കഴിയുന്ന ഒരു കരുത്ത് നൽകുന്ന നടപടികൾ മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ഒരു പോസിറ്റീവായ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി അത് പരിഹരിക്കാൻ കഴിയട്ടെ, അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ കുന്നിൻ ചെരുവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം 100 കണക്കിന് ചെറുപ്പക്കാരാണ്. അത് പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, വൈറ്റ് ഗാർഡ് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ, SKSSF പ്രവർത്തകർ, അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ദുരന്തഭൂമിയിൽ ഈ ഒരു പ്രതിസന്ധിയെ നേരിടാൻ കഴിയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടുണ്ടാകുന്ന ശരി ആസിഫ്, ഇതുവരെ ഒരു